ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 29-ാം അധ്യായം. ഇവൾ ഇന്ത്യക്കാരി. റിഫാൻ കൃപയെ തുറച്ചു നോക്കി. തൻ്റെ സംരക്ഷണയിൽ കഴിയുന്നു, തൻ്റെ ഇക്കയുടെ വീട്ടിൽ കഴിയുന്നു. ഓർത്തപ്പോൾ അയാൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ തുനിഞ്ഞതാണ് പലപ്പോഴും. പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോൾ കഴിയുന്നില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി തന്നെ പിന്തിരിപ്പിക്കുന്നു. തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴയ്ക്കുന്നതായി അയാൾക്ക് തോന്നി. ഇനി ഇവളെ എന്തു ചെയ്യും? നിങ്ങൾക്ക് ഞാനൊരു ദോഷവും വരുത്തില്ല. എന്നെ പവേട്ടൻ്റെയും മോൻ്റെയും അരികിലേക്ക് പോവാൻ അനുവദിച്ചാൽ മാത്രം മതി. അവളുടെ കൂപ്പിയ കൈകളിലേക്കും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്കും അയാൾ മാറി മാറി നോക്കി. പിന്നെ തൻ്റെ വലതുകാലിലേക്കും. ഇന്ത്യക്കാരൻ വെട്ടിമാറ്റിയ തൻ്റെ കാൽ. പെട്ടെന്ന് അയാളുടെ മുഖത്ത് ക്രൂരഭാവം നിഴലിച്ചു. കൃപയോട് തോന്നിയ ദയയും സ്നേഹവും അയാളിൽ നിന്ന് മാഞ്ഞുപോയി. അസ്വസ്ഥതയോടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്തു ചെയ്യണം? പെട്ടെന്ന് സോണിയുടെ മുഖം മനക്കണ്ണിൽ തെളിഞ്ഞു വന്നു. താൻ മറന്ന അധ്യായമാണത്. വേണ്ട, ഇന്ത്യക്കാരുമായി ഒരിടപാടും തനിക്കിനി വേണ്ട. കൃപയെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് അയാൾ അവിടുന്ന് പിന്മാറി. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.